ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലെ ഫിസിക്സ് സബ്ജക്റ്റിൻ്റെ ആദ്യത്തെ കുറച്ച് പാർട്ടാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് SCERT സിലബസ് സർച്വൽ ടെക്സ്റ്റാണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് പേജിലോട്ട് പോകാം. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമായിരിക്കും, എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ്. മലയാളത്തിലും കൂടി ട്രാൻസ്ലേറ്റ് ചെയ്തായിരിക്കും പഠിപ്പിക്കുക. സോ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് പേജിലോട്ട് പോകാം. ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് പേജിൽ all the devices here work using electric current. How do they give different forms of energy? ഈ ചിത്രത്തിൽ പലതരത്തിലുള്ള ഇലക്ട്രിക് ഡിവൈസസ് ഉണ്ട് അല്ലേ. ഈ പലതരത്തിലുള്ള ഇലക്ട്രിക് ഡിവൈസസിനും പലതരത്തിലുള്ള എനർജീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ആ കൊച്ച് അമ്മയോട് ചോദിക്കുക, ഈ കാണുന്ന എല്ലാ ഇലക്ട്രിക് ഡിവൈസസിനും ഒരേ കറണ്ട് തന്നെയാണ്. എല്ലാത്തിനും ഇലക്ട്രിക് കറണ്ട് തന്നെ വെച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇലക്ട്രിക് കറണ്ട് കാരണമാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത് തന്നെ. പക്ഷേ എന്തുകൊണ്ടാണ് ഇതിനെല്ലാം പലതരത്തിലുള്ള എനർജി ലഭിക്കുന്നത്? നിങ്ങൾക്കും ഇതുപോലുള്ള സംശയങ്ങൾ തോന്നാറില്ലേ? സം ഇലക്ട്രിക്കൽ ഡിവൈസസ് ആർ ഷോൺ. അപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഇലക്ട്രിക്കൽ ഡിവൈസസ് എല്ലാം ഒന്ന് എന്ത് ചെയ്യണം, ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണുള്ളത്. മിക്സി ഉണ്ട്, മൈക്രോ ഓവൻ ഉണ്ട്, ഇൻഡക്ഷൻ കുക്കറുണ്ട് അല്ലേ, പിന്നെ ഇലക്ട്രിക് ബൾബും ഇലക്ട്രിക് ഫാനും. ഓക്കെ, നെക്സ്റ്റ്, ഇറ്റ് ഈസ് ഇലക്ട്രിക്കൽ എനർജി ദാറ്റ് ഈസ് ഗിവൻ ടു ദ ഡിവൈസസ്. ഇതിനെല്ലാത്തിനും കിട്ടുന്നത് ഇലക്ട്രിക്കൽ എനർജിയാണ്. കാരണം ഇലക്ട്രിസിറ്റി പാസ് ചെയ്താണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം കിട്ടുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജിയാണ്. ബട്ട് ഡോണ്ട് ദേ ഗീവ് അസ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി. പക്ഷേ ഇതെല്ലാം തന്നെ പലതരത്തിലുള്ള എനർജിയാണ് നൽകപ്പെടുന്നത്, ഒരേപോലെ എനർജി അല്ല. റൈറ്റ് ഡൗൺ ദ എനർജി ചേഞ്ചസ്. അപ്പോൾ ഓരോ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിൻ്റെയും അതിലുണ്ടാകുന്ന എനർജി ചേഞ്ചസ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഒരു ടേബിൾ നമുക്ക് നോക്കാം. ടേബിളിൽ ഡിവൈസ്, ഇലക്ട്രിക് ബൾബ്, യൂസ്, എനർജി ചേഞ്ച്. ഫസ്റ്റത്തെ ഇലക്ട്രിക് ബൾബിൻ്റെത് യൂസ് അറിയാം. എനർജി ചേഞ്ച് എന്നാണ് നോക്കേണ്ടത്. എനർജി ചേഞ്ചിൽ ഇലക്ട്രിക്കൽ എനർജിയിൽ നിന്നും ഏതിലോട്ടാണ് കൺവേർട്ട് ആവുന്നത്? ലൈറ്റ് എനർജിയാണ്. സോ ആദ്യം ബൾബ് പ്രവർത്തിക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം. സോ ആദ്യം ഇലക്ട്രിക്കൽ എനർജി ആയിരിക്കും ആദ്യം അതിന് കിട്ടുക. ദെൻ എന്തിലോട്ടായിരിക്കും അത് കൺവേർട്ട് ആകുന്നത്? ലൈറ്റ് എനർജിയിലോട്ടായിരിക്കും കൺവേർട്ട് ആണ്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ലൈറ്റാണ്. നെക്സ്റ്റ്, ഇൻഡക്ഷൻ കുക്കറിലോ യൂസ് നോക്കുന്നില്ല, എനർജി ചേഞ്ച് നോക്കിയേ. ഇലക്ട്രിക്കൽ എനർജി, അതിനും ഇൻഡക്ഷൻ കുക്കർ പ്രവർത്തിക്കണമെങ്കിലും ഇലക്ട്രിസിറ്റി ആദ്യം അതിൽ കൂടെ പാസ് ചെയ്യിപ്പിച്ചേ പറ്റൂ. സോ ആദ്യം ഇലക്ട്രിക്കൽ എനർജി ആയിരിക്കും അതിന് ആദ്യം കിട്ടുക ഇൻപുട്ടായിട്ട്. പിന്നീടാണ് അത് ഏതിലോട്ട് എനർജിയിലോട്ട് കൺവേർട്ട് ആകുന്നത്? ഹീറ്റ് എഫക്റ്റിലോട്ട് മാറുന്നത്. അതായത് ഹീറ്റ് എനർജിയാണ് ഔട്ട്പുട്ട്. ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഹീറ്റാണ്. സോ ഫസ്റ്റ് ഇലക്ട്രിക്കൽ എനർജി കിട്ടുന്നു, ദെൻ അത് എന്തിലോട്ട് കൺവേർട്ട് ആകുന്നു? ഹീറ്റ് എനർജിയിലോട്ട് കൺവേർട്ട് ആകുന്നു. നെക്സ്റ്റ്, അടുത്തത് സ്റ്റോറേജ് ബാറ്ററി. സ്റ്റോറേജ് ബാറ്ററിയുടെ യൂസ് അറിയാം. എനർജി ചേഞ്ച് എന്താണ്? ഇലക്ട്രിക്കൽ എനർജിയിൽ നിന്നും നേരെ കെമിക്കൽ എനർജിയിലോട്ടാണ് ഇത് കൺവേർട്ട് ആവുന്നത്. കെമിക്കൽ എനർജി വരാൻ കാരണം ബാറ്ററിക്കകത്ത് എന്തുണ്ട്? ലെഡാണ് അല്ലേ. അതൊരു കെമിക്കൽ എലമെൻ്റ്. അതുകൊണ്ട് കെമിക്കൽ ആക്ഷൻ വഴി അവസാനം കിട്ടുന്ന എനർജി പറയുന്നത് കെമിക്കൽ എനർജിയാണ്. സോ ഇനിഷ്യലി തുടക്കത്തിൽ വൈദ്യുതോർജ്ജമായ ഇലക്ട്രിക്കൽ എനർജിയും അവസാനം രാസോർജ്ജമായ കെമിക്കൽ എനർജിയും ആയിരിക്കും ബാറ്ററിയെ കിട്ടുക. മിക്സിയിൽ എന്താണ് എനർജി ചേഞ്ച്? ഫസ്റ്റ് ഇലക്ട്രിക്കൽ എനർജി പ്രവർത്തിക്കാനായിട്ടുള്ള ഇലക്ട്രിക്കൽ എനർജി കിട്ടുന്നു. ദെൻ അടുത്ത് അതിൻ്റെ പ്രവർത്തനം സജ്ജമാക്കണമെങ്കിൽ അതിനെന്താണ്? ഒരു മോട്ടർ അല്ലെ. ഏറ്റവും മുകളിലായിട്ട് മിക്സിയുടെ മുകളിലായിട്ടൊരു മോട്ടർ ഉണ്ട്. ആ മോട്ടർ പ്രവർത്തിക്കുന്നത്. സോ മോട്ടർ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇവിടെ അതിന് ഫൈനലി കിട്ടുന്നത് ഒരു മെക്കാനിക്കൽ എനർജിയാണ്. ഫസ്റ്റ് ഇലക്ട്രിക്കൽ എനർജി, ഫൈനലി മെക്കാനിക്കൽ എനർജിയാണ് അല്ലേ. ആ മിക്സിങ് ചെയ്യാനായിട്ട് അതിനൊരു മോട്ടറുണ്ട്. അതുകൊണ്ടാണ് അതിന് ഫൈനലി ഒരു മെക്കാനിക്കൽ എനർജി കിട്ടുന്നത്. അതും കൂടെ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ്, വേണമെങ്കിൽ നമുക്ക് മൈക്രോ ഓവൻ പറയാം. മൈക്രോ ഓവനിൽ ഇനിഷ്യലി എന്താണ്? ഇലക്ട്രിക്കൽ എനർജി അല്ലേ. ഫസ്റ്റ് അത് ഓൺ ആക്കണമെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി വേണം. സോ ദെൻ ഫൈനലി ആഫ്റ്റർ അതിന് ശേഷം എന്തിലോട്ട് അത് കൺവേർട്ട് ആകുന്നു? ഹീറ്റ് എനർജിയിലോട്ട് കൺവേർട്ട് ആകുന്നു. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദ ടേബിൾ ദാറ്റ് ഇലക്ട്രിക്കൽ എനർജി ക്യാൻ ബി ട്രാൻസ്ഫോർഡ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി. ഈ ടേബിളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇലക്ട്രിക്കൽ എനർജി പല തരത്തിലുള്ള ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി ആയിട്ട് മാറപ്പെടുന്നു, കൺവേർട്ട് ആകപ്പെടുന്നു. ദ യൂസ്ഫുൾ ഫോം ഓഫ് എനർജി ഇൻ ടു വിച്ച് എ ഡിവൈസ് കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺസിഡർഡ് ആസ് ദ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഓൺ ദാറ്റ് ഡിവൈസ്. അതായത് ഈ ഇലക്ട്രിക്കൽ എനർജി കാരണം പ്രവർത്തിക്കുന്ന അത്തരം ഡിവൈസസിനെല്ലാം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫൈനലി കിട്ടുന്നതെന്ന് പറയുന്നത് നമുക്ക്
ഇലക്ട്രിക് കറൻറ്റിൻ്റെ, അതായത് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ് കാരണം ഉണ്ടാകുന്ന മാറ്റം. അപ്പോൾ ഇലക്ട്രിക് എനർജി കയറിയതിന് ശേഷമാണ് ആ എനർജി മറ്റ് ഫോംസിലോട്ട് മാറപ്പെടുന്നത്. സോ അതുകൊണ്ട് ആ ഡിവൈസിനെല്ലാം തന്നെ ഇൻപുട്ട് ഇലക്ട്രിക്കൽ കറണ്ട്, അതായത് ഇലക്ട്രിസിറ്റി ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയാണ് അതിന് ആദ്യം കിട്ടുന്നത് കൊണ്ട് അതിന് എല്ലാത്തിനും എന്തെന്ന് പറയാം നമുക്ക്? ഇറ്റ് ഈസ് കൺസിഡർ ആസ് ദ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റിൻ്റെ ആ ഒരു എഫക്റ്റ് കാരണമാണ് അത് അടുത്തതിലോട്ട് മാറപ്പെടുന്നത്, അടുത്ത എനർജി ഫോമിലോട്ട്. നെക്സ്റ്റ്, വി ആർ ഫെമിലിയർ വിത്ത് സോ മെനി ഇലക്ട്രിക്കൽ ഡിവൈസസ് ഇൻ അവർ ഡെയിലി ലൈഫ്. അതൊന്നും വേണ്ട, യു മൈറ്റ് ഹാവ് സ്റ്റഡീഡ്, അതും വേണ്ട. നെക്സ്റ്റ് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വരാൻ പോകുന്നത്. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ്. എമംഗ് ദോസ് വി യൂസ് ഇൻ ഡെയിലി ലൈഫ്, വിച്ച് ആർ ദ ഡിവൈസസ് ദാറ്റ് ഗീവ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ്. അതായത് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ് എന്ന് ഉദ്ദേശിക്കുക കാരണം ഹീറ്റിംഗ് എഫക്റ്റ്, അതായത് ഔട്ട്പുട്ട് എന്താണ് കിട്ടേണ്ടത്, അതായത് ഫൈനലി അവസാനം നമുക്ക് കിട്ടേണ്ടതാണ് ഹീറ്റ് എന്നാണ് അത് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് ഇലക്ട്രിക് കറൻറ്റ് കാരണം ഫൈനലി നമുക്ക് കിട്ടുന്ന ഹീറ്റ്, അങ്ങനത്തെ ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്നാണ് ആ ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് ഓൾറെഡി തന്നിട്ടുണ്ട് ഇലക്ട്രിക് അയൺ, അതായത് അയൺ ബോക്സ്. അടുത്ത നമുക്ക് രണ്ടാമത് എന്ത് പറയാം? മൈക്രോവൻ അല്ലേ? ഹീറ്റാണ് നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട്, നമുക്ക് ചൂടായി കിട്ടണം, ആഹാര സാധനങ്ങളെല്ലാം ചൂടായി കിട്ടണം. സോ മൈക്രോവൻ. തേർഡ് വൺ ഇൻഡക്ഷൻ കുക്കർ പറയാം. ഇൻഡക്ഷൻ കുക്കർ ആകുമ്പോഴത്തേക്ക് ആദ്യമേ അതിന് ഇലക്ട്രിക്കൽ എനർജി കിട്ടുന്നു, അത് നേരെ ഫൈനലി എന്തിലോട്ട് മാറുന്നു? ഹീറ്റ് എഫക്റ്റിലോട്ട് മാറുന്നു, അല്ലെങ്കിൽ ഹീറ്റ് എനർജി അവസാനം അതിന് കിട്ടുന്നുണ്ട്. സോ അടുത്ത നെക്സ്റ്റ്, ഹൗ ഡു അടുത്തതായി, ഹൗ ഡസ് ഇലക്ട്രിക്കൽ എനർജി ചേഞ്ച് ഇൻ ടു ഹീറ്റ് എനർജി ഇൻ സച്ച് ഡിവൈസ്. ഈ പറഞ്ഞിരിക്കുന്ന ഡിവൈസസിലെല്ലാം തന്നെ ഇലക്ട്രിക്കൽ എനർജി എങ്ങനെയാണ് ഹീറ്റ് എനർജിയിലോട്ട് കൺവേർട്ട് ആകുന്നത്, അതായത് ഒരു ഫോമിൽ നിന്ന് എങ്ങനെയാണ് ഇത് ത്രൂ ഔട്ട് ആ എനർജി തന്നെ നിൽക്കാതെ മറ്റൊരു എനർജി ഫോമിലോട്ട് മാറുന്നത് എങ്ങനെയാണ്, ഊർജ്ജമാറ്റം എങ്ങനെയാണ് ഉണ്ടാകുന്നത്. ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ്. നമുക്കൊരു എക്സ്പെരിമെൻറ്റ്, ഒരു ചെറിയൊരു കുഞ്ഞു പരീക്ഷണം വഴി മനസ്സിലാക്കാം. മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ എന്തൊക്കെയാണ് ഇതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്? ഒരു നിക്രോം വയറിൻ്റെ ലെങ്ത് എന്നുള്ളത് 5 സെൻറ്റിമീറ്റർ, പിന്നെ 6 വോൾട്ട് സ്റ്റോറേജ് ബാറ്ററി വേണം, പിന്നെ കുറച്ച് കണക്ഷൻ വയേഴ്സും വേണം. സോ നമുക്ക് ആ ഫിഗറിലോട്ട് നോക്കാം. ഫിഗറിൽ നോക്കിയേ എന്തൊക്കെയുണ്ട്? ഒരു റെസിസ്റ്റർ ഉണ്ട് അല്ലേ? ക്യാപിറ്റൽ ലെറ്റർ R ആണ് റെസിസ്റ്ററിൻ്റെ പ്രതീകം, അതായത് റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ എന്നത് ക്യാപിറ്റൽ ലെറ്റർ R ആണ്, അറിയാമായിരിക്കും. അടുത്ത് ബാറ്ററി ഉണ്ട്, പിന്നെ സ്വിച്ച് ഉണ്ട്. ഹൗ ഡസ് ദ നിക്രോം വയർ ബിക്കം റെഡ് ഹോട്ട് വൈൽ പാസിംഗ് ഇലക്ട്രിസിറ്റി ത്രൂ ദ സർക്യൂട്ട്. നിക്രോം വയറിൽ കൂടെ, അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുകയാണ്? ബിക്കം റെഡ് ഹോട്ട്, അതായത് ചുട്ട് പഴുത്ത അവസ്ഥയിലാകാണ്, ചുമക്കുകയാണ് അല്ലേ? അത്രത്തോളം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് കൊണ്ട് അത് ചുട്ടുപഴുത്ത അവസ്ഥയിൽ വരികയാണ്, റെഡ് ഹോട്ട് കണ്ടീഷനിൽ വരികയാണ്. നെക്സ്റ്റ്, അനലൈസ് ദിസ് ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ദാറ്റ് എനർജി ക്യാൻ നെയ്തർ ബി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒരിക്കലും ഒരു എനർജിയെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കത്തില്ല, അതായത് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കത്തില്ല, അതുപോലെ തന്നെ അതിനെ നശിപ്പിക്കുവാനും ഡെസ്ട്രോയ് ചെയ്യാനും സാധ്യമല്ല. ഇറ്റ് ക്യാൻ ഓൺലി ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. അതിനെ നമുക്ക് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. ഈ ഒരു കുഞ്ഞ് തീറത്തെ പറയുന്ന പേരാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഒരിക്കലും പറയാം, എനർജിയെ നമുക്ക് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ, അതായത് നിർമ്മിക്കാനോ ഓർ ഡെസ്ട്രോയിഡ്, അതായത് ഒരിക്കലും നശിപ്പിക്കാനോ സാധ്യമല്ല. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് എനർജി ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് കൺവേർട്ട് ആകപ്പെടുന്നു. ഈ ഒരു കുഞ്ഞ് തീറമാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, ഇൻ ദിസ് കേസ് വിച്ച് ഫോം ഓഫ് എനർജി വാസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. ഈ കേസിൽ ഏത് എനർജിയാണ് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ആവുന്നത്? നമുക്കറിയാം, ഫസ്റ്റ് തന്നെ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി തന്നെയാണ് ഹീറ്റ് എനർജിയിലോട്ട് കൺവേർട്ട് ആകപ്പെടുന്നത്. ഹൗ ഡസ് ദിസ് എനർജി ചേഞ്ച് ഒക്കർ. എങ്ങനെയാണ് ഈ ചേഞ്ച് ഒക്കർ ആവുന്നത്? എനർജി ചേഞ്ച് എങ്ങനെയാണ് ഒക്കർ ആവുന്നത്? ഈ ഒരു കറണ്ട് പാസ് ചെയ്യുന്നത് കാരണം അവിടെ നിക്രോം വയറിൽ ഏറ്റവും കൂടുതൽ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ലിബറേറ്റ് ആവപ്പെടുന്നത് ഹീറ്റാണ് അല്ലേ? ചുട്ടുപോയത് അത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് എമൗണ്ട് ഓഫ് കറണ്ട് അതുവഴി പാസ് ചെയ്യുന്ന സമയത്താണ് അവിടെ ഹീറ്റ് ലിബറേറ്റ് ആവപ്പെടുന്നത്, ചുട്ട് പഴുത്തുകൊണ്ടിരിക്കും അല്ലേ? ലെറ്റ്സ് അനലൈസ് ബൈ എക്സാമിനിങ് ദ കറണ്ട് ആൻഡ് വോൾട്ടേജ് ഇൻ ദ സർക്യൂട്ട്.
അടുത്തിനി നമുക്ക് കറൻറ്റും വോൾട്ടേജും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു സർക്യൂട്ട് വഴി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്തൊക്കെയുണ്ട് ആ സർക്യൂട്ടിനകത്ത്? ഒരു റെസിസ്റ്റർ ഉണ്ട് അല്ലേ, ഒരു വോൾട്ട് വി എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് വോൾട്ട് മീറ്ററാണ്. പിന്നെ സ്വിച്ച് ഉണ്ട്, പിന്നെ എ എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് അമ്മീറ്ററാണ്. പിന്നെ ഒരു സെല്ലുണ്ട്, എക്സ് വൈ എന്ന് പറയുന്നത് ഒരു 2 പോയിന്റ്സ് ആണ്. അമ്മീറ്റർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് അറിയാമായിരിക്കും, കറണ്ടിൻ്റെ അളവ് കണ്ട്, അതായത് എത്രത്തോളം അളവിലാണ്, എത്രത്തോളം ക്വാണ്ടിറ്റിയാണ് കറണ്ട് പാസ് ചെയ്യുന്നത്, ആ അളവാണ് അമ്മീറ്റർ മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ് വോൾട്ടിമീറ്റർ എന്ന് പറയുന്നത് സെയിം അതേപോലെ തന്നെയാണ്. അവിടെ കറണ്ട് എങ്കിൽ ഇവിടെ വോൾട്ടേജ് അളക്കുന്നതിനുള്ള ഉപകരണമാണ് വോൾട്ടിമീറ്റർ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. പിന്നെ റെസിസ്റ്റർ എന്താണെന്ന് അറിയാം, സെല്ല്. റെസിസ്റ്റർ എന്താണ്? കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നത് അല്ലേ. നെക്സ്റ്റ് വി ക്യാൻ മെഷർ ദ വോൾട്ടേജ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ദ റെസിസ്റ്റർ ആർ, അതായത് നിക്രോം വയർ. ഇവിടെ നിക്രോം വയർ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കണക്ട് ചെയ്യാൻ. യൂസിങ് എ വോൾട്ടിമീറ്റർ വി, ആ നിക്രോം വയർ എവിടെയാണ്? ആ എക്സും വൈനും തമ്മിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അതിന് ഇടയ്ക്ക് എന്ത് വെച്ചിട്ടുണ്ട്? ഒരു വോൾട്ടിമീറ്ററായി വിയും വെച്ചിട്ടുണ്ട്. ആൻഡ് ഇത് കറണ്ട് ത്രൂ ഇറ്റ്. പിന്നെ ഐ എന്ന കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആരോ മാർക്ക് കാണുന്നുണ്ട്, ആ റൂട്ട് നോക്കിയാൽ മതി, അതിൽ ഐ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് കറണ്ട് ആണ് സൂചിപ്പിക്കുന്നത് സർക്യൂട്ടിൽ. യൂസിങ് ആൻ അമ്മീറ്റർ, അമ്മീറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്, അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഇഫ് ദ അമ്മീറ്റർ ഷോസ് എ കറണ്ട് ഐ ആംപിയർ, അമ്മീറ്റർ കറണ്ട് ഐ ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ, അതായത് കറണ്ടിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഐ ആംപിയർ ആണെങ്കിൽ, ഓൺ അപ്ലൈയിങ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി, അപ്ലൈ ചെയ്യുന്ന, അതായത് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് വിയും ആണെങ്കിൽ, ആ സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിയും, ആ സർക്യൂട്ടിൽ കറണ്ട് ഒഴുകുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അമ്മീറ്റർ റീഡിങ് ചെയ്യുമ്പോൾ ഐ ആംപിയർ ആണ് കിട്ടുക. ആംപിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും കറണ്ടിൻ്റെ അളവിൻ്റെ യൂണിറ്റാണ്, അതായത് കറണ്ടിൻ്റെ യൂണിറ്റാണ് ആംപിയർ. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആർ ഓം ആണ്. എത്രത്തോളം റെസിസ്റ്റൻസ് ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ അത് ആർ ഓം ആണ്. സോ ഇതിനെല്ലാം കൂടെ ബന്ധപ്പെടുത്തി തന്നെ നമുക്ക് മറ്റൊരു ഇക്വേഷൻ നോക്കാം. ഐ ഈക്വൽ ടു ക്യൂ ബൈ ടി. ഐ ഈക്വൽ ടു ക്യൂ ബൈ ടി. ക്യൂ, ക്യാപിറ്റൽ ലെറ്റർ ക്യൂ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ചാർജ്, അതായത് ചാർജിൻ്റെ അളവ്, എത്ര എമൗണ്ട് ഓഫ് ചാർജാണ്, ഡിവൈഡഡ് ബൈ സമയം, അതായത് ടൈം. അപ്പോൾ ഐ കറണ്ട് ഈക്വൽ ടു ക്യൂ ബൈ ടി. ക്യൂ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ചാർജാണ്, ചാർജസിൻ്റെ എമൗണ്ട്, എത്രത്തോളം ചാർജസ് ഉണ്ട്, ഡിവൈഡഡ് ബൈ സമയം. ദെൻ ദ ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദ കണ്ടക്ടർ ഇൻ ടി സെക്കൻഡ്സ്, ക്യൂ ഈക്വൽ ടു കൂളോം. ചാർജ് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും, അതായത് ചാർജ് ഫ്ലോസ് ത്രൂ ദ കണ്ടക്ടർ ഇൻ ടി സെക്കൻഡ്, ഈ ചാർജിൻ്റെ ഇക്വേഷൻ എന്തായി മാറും? കറണ്ട് ഇൻറ്റു ടൈം, ഐ ഇൻറ്റു ടി ആയിട്ട് മാറും അല്ലേ. ഐ ഈക്വൽ ടു ക്യൂ ബൈ ടി ആണെങ്കിൽ ക്യൂ ഇസിക്വൽ ടു എന്തെന്ന് വരും? നേരെ ഐനെയും ടീനെയും ക്രോസ് ചെയ്താൽ മതി, ഐ ടി. ക്യൂ ഈക്വൽ ടു ഐ ഇൻറ്റു ടി. ഇപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു ടൈം. വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഈ ഇലക്ട്രിക്, അതായത് ക്വാണ്ടിറ്റി ഓഫ് ചാർജിൻ്റെ യൂണിറ്റാണ് കൂളോം. കൂളോമിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ സിയുമാണ്. ടൈമിൻ്റെ നിങ്ങൾക്കറിയാം സെക്കൻഡ്സിലായിട്ടാണ്. പ്രോബ്ലം എന്തെങ്കിലും വരികയാണെങ്കിൽ മിനിറ്റിലാണെങ്കിൽ അതിന് നേരെ ആദ്യമേ സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതൊക്കെ എങ്ങനെയാണെന്നുള്ള വരും ക്ലാസ്സുകളിൽ നമുക്ക് ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. കറണ്ടിൻ്റെ യൂണിറ്റ് നിങ്ങൾക്കറിയാം ആംപിയർ ആണ്. പിന്നെ ക്യൂവിൻ്റെ യൂണിറ്റ്, അതായത് ക്വാണ്ടിറ്റി ഓഫ് ചാർജിൻ്റെ യൂണിറ്റ് കൂളോമാണ്. ക്യാപിറ്റൽ ലെറ്റർ സി ആണ്, മറക്കരുത്. ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്സ് ആണ്, സ്മോൾ ലെറ്റർ എസ്. അടുത്ത് the potential difference between 2 points will be 1 volt if 1 joule of work is done in moving 1 coulomb of charge from one point to the other. ഈ സെൻറ്റൻസ് നമുക്ക് പുറകിൽ നിന്ന് വരാം. അതായത് ഒരു കൂളോം ചാർജ് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലോട്ട് എത്തിക്കാനായിട്ട് ആവശ്യമുള്ള വർക്ക് എന്ന് പറയുന്നത് 1 ജൂൾ വർക്കാണ്. ഒന്നുകൂടെ, ഒരു കൂളോം ചാർജിനെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലോട്ട് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് 1 ജൂൾ വർക്കാണ്. വർക്കിൻ്റെ യൂണിറ്റാണ് ജൂൾ. അത് പിന്നീടുള്ള ക്ലാസ്സുകളിൽ അതും പറഞ്ഞു തരാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, വർക്കിൻ്റെ യൂണിറ്റാണ് ജൂൾ. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്പോൾ ഒരു കൂളോം അതായത് ഒരു കൂളോം ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള വർക്ക് എന്നുള്ളത് 1 ജൂളാണെങ്കിൽ അവിടെ ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും 1 വോൾട്ട് ആയിരിക്കണം.
ഇതാണ് കണ്ടീഷൻ. അപ്പോൾ ഒരു കൂളോം ചാർജ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് 1 ജൂളാണ്. സോ അവർക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ കണ്ടീഷൻ പോസിബിൾ ആകത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇനി ഒരു ജൂൾസ് ലോ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ലോ ആണ് പഠിക്കാനുള്ളത്. സോ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ആദ്യം ഇത്രയും അങ്ങ് പഠിക്കുക. സോ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് എന്തെങ്കിലും ഡൗട്ടോ മറ്റോ ഉണ്ടെങ്കിൽ നേരെ കമൻറ്റ് ബോക്സിൽ അത് മെൻഷൻ ചെയ്യുക. പിന്നെ ഏതെങ്കിലും ടോപ്പിക്ക്, ഇപ്പോൾ സ്കൂൾ ക്ലാസ്സുകളെല്ലാം തന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയെന്ന് അറിയാം. എന്നാലും അതിൽ ഏതെങ്കിലും ടോപ്പിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ അത് മെൻഷൻ ചെയ്താൽ മാത്രം മതി കമൻറ്റ് ബോക്സിൽ. അതിൻ്റെ വരും ദിവസങ്ങളിൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനോട് കൂടിയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ.